എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ തയ്യാറാക്കുന്നത് നിയമ വിദ്യാർത്ഥികൾക്കുള്ള ഒരു പഠന സഹായിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ 1. ഫസ്റ്റ് ചാപ്റ്റർ, സെഷൻ 3. വാട്ട് ആർ ദി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭാരതീയ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ. ഏറ്റവും വലുതായി എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയാണ്. ഭാരതത്തിൻ്റെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എഴുതി തയ്യാറാക്കപ്പെട്ട ഭരണഘടനയാണ്. ആദ്യം ഇതിൽ 395 അനുച്ഛേദങ്ങൾ, 22 ഭാഗങ്ങൾ, 8 പട്ടികകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ 440-ലധികം അനുച്ഛേദങ്ങൾ, 26 ഭാഗങ്ങൾ, 12 പട്ടികകളാണ് ഉള്ളത്. പല രാജ്യങ്ങളുടെ ഭരണഘടനകളിൽ നിന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നും പ്രൊവിഷൻ സ്വീകരിച്ചിട്ടുണ്ട്. ക്വാസി ഫെഡറൽ ഭരണഘടനയായി കണക്കാക്കപ്പെടുന്നു. നെക്സ്റ്റ്, പാർലമെൻ്ററി ഭരണം. രാഷ്ട്രപതി ഭരണഘടനാ തലവനാണ്. എന്നാൽ യഥാർത്ഥ അധികാരം പ്രധാനമന്ത്രിയും മന്ത്രിസഭയും കൈകാര്യം ചെയ്യുന്നു. ഇത് കൂട്ടുത്തരവാദിത്തം ഉറപ്പാക്കുന്നു. നെക്സ്റ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഭാഗം 3-ൽ ഈ അവകാശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവയിൽ ഉൾപ്പെടുന്നത് സമത്വ അവകാശം, സ്വാതന്ത്ര്യ അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യം, സംസ്കാര വിദ്യാഭ്യാസ അവകാശം, നിയമപരമായ പരിഹാര അവകാശം തുടങ്ങിയവ. അനുച്ഛേദം 12 മുതൽ 35 വരെ പ്രകാരം ഇവ കോടതിയിൽ പ്രാബല്യത്തിൽ വരുത്താം. നെക്സ്റ്റ്, രാജ്യനിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഭാഗം 4-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവ നിയമപരമായ നിർബന്ധമല്ല, പക്ഷേ രാജ്യഭരണത്തിന് അടിസ്ഥാന മാർഗദർശനങ്ങളാണ്. ക്ഷേമരാജ്യമാണ് ഇതിൻ്റെ ലക്ഷ്യം. നെക്സ്റ്റ്, അടിസ്ഥാന കടമകൾ. 42-ാം ഭരണഘടനാ ഭേദഗതി 1976-ൽ ഉണ്ടായത് മുഖേന 4A അനുച്ഛേദം 51A ആയി ചേർത്തിരിക്കുന്നു. പൗരന്മാരുടെ നൈതിക ബാധ്യതകൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇത്. നെക്സ്റ്റ്, മതനിരപേക്ഷ രാഷ്ട്രം. ഇന്ത്യക്ക് ഔദ്യോഗിക മതമില്ല. എല്ലാ മതങ്ങളെയും സമത്വത്തോടെ കാണുകയും എല്ലാവർക്കും മതസ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ നിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാണ്. സുപ്രീം കോടതി ഭരണഘടനയുടെ സംരക്ഷകനും കാവൽക്കാരനുമായി കാണുന്നു. നെക്സ്റ്റ്, സർവസമാന വോട്ടവകാശം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. ഇതിലൂടെ രാഷ്ട്രീയ സമത്വം ഉറപ്പാക്കുന്നു. നെക്സ്റ്റ്, ഏക പൗരത്വം. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഇരട്ട പൗരത്വമാണ്, എന്നാൽ ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. നെക്സ്റ്റ്, ഏകീകൃത നീതിന്യായ വ്യവസ്ഥ. സുപ്രീം കോടതി ഏറ്റവും മുകളിൽ, അതിന് കീഴിൽ ഹൈക്കോടതികളും താഴ്ന്ന കോടതികളും അങ്ങനെ അടങ്ങിയ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ്, അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇതിലൂടെ കേന്ദ്ര സർക്കാരിന് പ്രത്യേക അധികാരങ്ങൾ ലഭിക്കും. നെക്സ്റ്റ്, സാമൂഹ്യവാദം, മതനിരപേക്ഷത, ജനാധിപത്യം. 42-ാം ഭേദഗതി 1976-ലെ 42-ാം ഭേദഗതി അനുസരിച്ച് ഇന്ത്യ സ്വതന്ത്ര സാമൂഹ്യവാദ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രിയാമ്പിളിൽ കൂട്ടിച്ചേർത്തു. നെക്സ്റ്റ്, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അനുച്ഛേദം 324 പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നു. നെക്സ്റ്റ്, ബൈകാമറൽ ലെജിസ്ലേച്ചർ, അതായത് ദ്വിസഭാ വ്യവസ്ഥ. കേന്ദ്രസഭയും അല്ലെങ്കിൽ ലോകസഭയും രാജ്യസഭയും. ഇനി നമുക്ക് ചാപ്റ്റർ നോക്കാം. ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. The Constitution of India is the lengthiest and most detailed of all the written constitution in the world. At the time of its commencement, it contained 395 articles divided into 22 parts and 8 schedules. After the Constitutional, that is 79th Amendment Act 2000, the Constitution of India now consists of 444 articles divided into 26 parts and 12 schedules. Next, a sovereign, socialist, secular, democratic republic. The preamble of the Constitution of India declares India to be a sovereign, socialist, secular and democratic republic. The term sovereign means India is free from both internal and external control.
Socialism, however, means some form of ownership of the means of production and distribution by the state. It provides equal opportunities to all. Secular means that India has no religion of its own. It treats all the religions equally. The Constitution of India sets up a democratic government which gets its authority from the will of the people. The term republic signifies a system under which the chief head of the state is an elected person chosen for a limited period, that is, president. Next, a parliamentary form of government. The Constitution of India establishes a parliamentary form of government. The government is responsible to the legislature. The president is the constitutional head of the state. The real executive power is vested in the Council of Ministers, whose head is the Prime Minister. The Council of Ministers is collectively responsible to the Lok Sabha. The members of Lok Sabha are normally elected directly by the people for every 5 years. Unique blend of rigidity and flexibility. The Constitution of India is both rigid and flexible with regard to the amending process. Some provisions can be amended by simple procedure by an ordinary legislative process, while in rigid constitution it requires a special, complex and technical procedure of amendment of any of its provisions. Next, fundamental rights. Articles 12 to 35 of Part 3 of the Constitution of India provides fundamental rights, which are enforceable by law. They are basic and natural rights. The remedy of the enforcement itself is declared as a fundamental rights. Next, directive principles of state policy. Articles 36 to 51 of Part 4 of the Constitution of India set out the aims and objectives to be taken up by the states in the government of the country. These directives impose a moral duty on the states to apply them while making laws for the purpose of establishing a social welfare state. Unlike fundamental rights, these directives are not enforceable. Fundamental duties. Article 51A of Part 4A of the Constitution of India, which was added by the 42nd Constitutional Amendment in the year 1976, lays down fundamental duties for the citizens of India. They require the citizens to observe certain basic norms of democratic conduct and behavior. Next, federation with a strong center. The Constitution of India being a federal constitution, it has unitary character during the time of emergency. The central government is empowered to give directions to the states or legislate on any subject mentioned in the state list. Next, adult suffrage. The Constitution of India incorporated the system of uniform adult suffrage. According to the Constitution, 61st Amendment Act 1989, every citizen above 18 years of age has been given the rights to elect representatives for legislature. Next, independent judiciary. The Constitution of India has established an independent and impartial judiciary with a power of judicial review. Judiciary is the custodian of the rights of citizens. Next, secular state. The Constitution of India stands for a secular state. The state has no official religion. In matters of religion, the state is neutral. It does not interfere with any religion. Next, single citizenship. The Constitution of India provides for a single citizenship for the whole of India, even though India is federal with a dual polity, that is center and states. There is only one citizenship of India. There is no state citizenship separately. Next, what are the points to remember from this chapter? It is a lengthiest constitution. It is a sovereign, socialist, secular and democratic republic. It provides parliamentary form of government. It is rigid and flexible. Please answer the following questions. What is Constitution? Explain salient features of the Constitution of India.
What are the chief characteristics of the Constitution of India? What are the salient features of Constitution of India? Did you get some ideas about the salient features of Indian Constitution? Did you follow me? Then please try to answer the above question. Thank you. Thank you for all.